ഇതുപോലെ കേർലി ഹെയർ ഉള്ള ഗേളീസ് ആണോ നിങ്ങൾ? എന്നാൽ ഈ ഒരു വീഡിയോ മിസ്സാക്കാതെ കാണണേ. പ്രത്യേകിച്ച് 90s പണ്ട് നമ്മൾ ഈ ഒരു ചുരുണ്ട മുടി ആയതിന് എന്തുമാത്രം ശപിച്ചിട്ടുണ്ട്. എന്തിനാ ദൈവമേ എനിക്ക് കേർലി ഹെയർ തന്നത് എന്ന് പറഞ്ഞ് ഞാൻ പ്രാഗിയിട്ടുണ്ട് എന്നെ തന്നെ. ഈ സ്ട്രെയിറ്റ് ഹെയർ ഉള്ള കുട്ടികളെ കാണുമ്പോണ്ടല്ലോ ഒന്നുമല്ല നോക്കുന്നത്, അവരുടെ ഹെയർ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട്. കരഞ്ഞിട്ടുണ്ട്, ഈശ്വരാ ഈ മുടി എനിക്ക് തന്നില്ലല്ലോ തന്നില്ലല്ലോ. എങ്ങനെയൊക്കെയോ വാരി വലിച്ചു കെട്ടി എന്തൊക്കെയോ ചെയ്തു, ഇങ്ങനെ നശിച്ച് എന്റെ മുടി പണ്ടാറടക്കി കുറെ വെട്ടും, എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ വെട്ടിയിട്ട് നോക്കും, എന്നിട്ട് നമ്മളെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. സംഭവം ഇപ്പൊ ഇരിക്കുന്ന പോലെ അല്ലായിരുന്നു കേട്ടോ അന്നത്തെ മുടി. ഇങ്ങനെ ഭൂന്ന് പറഞ്ഞിട്ട് നിക്കല. അത് കാരണം ഇങ്ങനെ അഴിച്ചിടാൻ പറ്റുമോ? അതുമില്ല. കെട്ടിവെക്കാൻ പറ്റുമോ? അതുമില്ല. എന്നാ മുഖത്തിന് കാണാൻ വല്ല ചന്തമുണ്ടോ? അത് സ്ട്രൈറ്റ് ചെയ്ത് നോക്കി എന്തായിരുന്നു, അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു, പിന്നെ അഴിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നു, പിന്നെ ഫുള്ള് ഷോ. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു വരക്കുണ്ട് മക്കളെ, വരക്കം. ഇവിടെ നീണ്ടി ചുരുങ്ങുമായിരുന്നു, ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നു. ഇവിടുന്ന് കട്ട് ചെയ്യണോ അതോ വളർത്തണോ ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നും വെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും. വീണ്ടും തന്നെ അവസ്ഥ, കട്ടിങ് സ്ട്രെയിറ്റ്. പിന്നെ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ആവട്ടെ. പിന്നെ ഒരെണ്ണത്തിനെ പ്രസവിച്ച് ചോദിക്കുമ്പോൾ പിന്നെ നമ്മൾ ബ്യൂട്ടി കോൺഷ്യസ് ആവുന്നേക്ക് നിർത്തുമല്ലോ. പിന്നെ എങ്ങനെയെങ്കിലും ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മുട്ടിയൊക്കെ പാര വലിച്ചിട്ട് എങ്ങനെയൊക്കെ നടക്കും. ഇപ്പൊ ഞാൻ മുടിക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി കേട്ടോ. പണ്ടുള്ള മുടി എന്ന് പറഞ്ഞിട്ടുള്ള മുടിയല്ല ഇപ്പോൾ ഉള്ളത്. അന്നേ ഞാനിത് ശ്രദ്ധിച്ചിരുന്ന ഇങ്ങനെ നടക്കാമായിരുന്നു. ട്രൂ ഗൈസ്, മെയിൻറ്റെയിൻ ചെയ്താൽ വൃത്തിയായിട്ടിട്ടുകൊണ്ട് നടക്കാം. ഇത് ഭയങ്കര വൃത്തിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പൊ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. എന്നാലും നോക്കൂ ഗൈസ്, ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ സംഭവം. ഒന്ന് നല്ല ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യാം. പണ്ട് ഞാൻ ഇതൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. പണ്ട് സോപ്പൊക്കെ ആയിരുന്നു വാരി വലിച്ച് തേച്ചോണ്ടിരുന്നു. ദെൻ കണ്ടീഷണർ, ഹൈഡ്രേറ്റിംഗ് ക്രീം എന്ന് വേണ്ട സകല ലൊട്ടിലൊടുക്ക് സാധനങ്ങളും ട്രൈ ചെയ്യും, നല്ല ബ്രാൻഡ് മാത്രം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹെയർ സ്പാ അങ്ങോട്ട് ചെയ്യുക, നല്ല മാസ്ക് ഇടുക. മെയിൻ ആയിട്ട് നമ്മുടെ കേർലി ഹെയർ ചീകാതിരിക്കുക. ഈ വെച്ച് ജസ്റ്റ് നല്ല കേൾ ക്രീംസ് യൂസ് ചെയ്യാം. കേൾ ക്രീംസ് യൂസ് ചെയ്താൽ അടിപൊളിയാണ് ഗൈസ്, അടിപൊളിയാണ്. നിങ്ങൾ ഇത് മിസ് ചെയ്യരുത്. പെട്ടെന്ന് വേണമെങ്കിൽ അയച്ചിട്ട് പോവാൻ ഗൈസ്. ഇപ്പൊ എന്നെ കുട്ടി നൗ ഐ ആം ഫോളോവിങ് സോ മെനി ഹെയർ കെയർസ്. നിങ്ങൾ എന്നെ പോലെ കേർലി ഹെയർ ആയിട്ട് ഭ്രാന്ത് പിടിച്ച് നടന്നിട്ടുണ്ടോ? അതൊന്ന് കമന്റ് ചെയ്യണേ. ഇനി അഥവാ ഇപ്പോഴും അതിനുള്ള ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവരാണോ? ട്രൈ ദിസ് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, 2000 രൂപയുടെ മുതലാണ്. 2000 രൂപയുടെ മുതൽ ഇത് 50 ഗ്രാം കിട്ടും, 100 ഗ്രാം കിട്ടും. അതിനൊക്കെ ഭയങ്കര പൈസ കുറവാണ് കേട്ടോ. 300 രൂപയും 250 രൂപയൊക്കെ കൊടുത്താൽ കിട്ടും. എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്, സമാധാനത്തിന് വേണ്ടി മാത്രം. വേറൊരു സ്റ്റൈലിംഗ് ക്രീമാണ്, ഹെയർ മാസ്ക് ആണ്, ഹെയർ സ്പാ. അത്യാവശ്യം നിങ്ങളുടെ കയ്യിൽ വേണ്ട കുറച്ച് പ്രോഡക്ട്സ് ആണ്. ഹെയർ സ്പാ, കേൾ ക്രീം, ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള നല്ല ഷാംപൂ, കണ്ടീഷണർ ആൻഡ് ഹെയർ സീറം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വന്നാലുണ്ടല്ലോ മക്കളെ. എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണേ. അതുള്ളൂ ഗൈസ്, ബൈ ബൈ.